അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ടീച്ചാർട്ട് കൊച്ചിയും കൊച്ചി നഗരസഭയും സംയുക്തമായി എറണാകുളം ജി ആർട്ട് ഗാലറിയിൽ സംസ്ഥാനതല ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊച്ചി മേയർ വി കെ മിനിമോൾ ഉദ്ഘാടനം ചെയ്ത ചിത്രപ്രദർശനം മാർച്ച് 13 വരെ നീണ്ടുനിൽക്കും. ചടങ്ങിൽ MLA TJ വിനോദ് 32ഓളം വരുന്ന വനിതാ ചിത്രകാരികളെ ആദരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിലെ കലാധ്യാപകരുടെ കൂട്ടായ്മയായ ടീച്ച് ആർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല ചിത്രകലാ ക്യാമ്പും പ്രദർശനവും സംഘടിപ്പിച്ചു. കൊച്ചി നഗരസഭയുമായി സഹകരിച്ച് എറണാകുളത്തെ ജി ആർട്ട് ഗാലറിയിൽ നടന്ന ക്യാമ്പ് കൊച്ചി മേയർ വി കെ മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടിച്ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ സ്വയം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ കൂട്ടായ്മയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. കൊച്ചി നഗരസഭയോടൊപ്പം ചേർന്നുകൊണ്ട് ടീച്ചാർട്ട് ഇവിടെ ജി സ്മാരകത്തിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ വരികയും ഇവിടെ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് പുറത്തേക്ക് ഇതിൻ്റെ ഒരു അറിവ് കിട്ടുന്നതിനും എല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നതിനൊക്കെ കാരണമാവുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്വയം തീരുമാനിച്ചാലാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ മനസ്സിലാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ക്യാമ്പ്. ചടങ്ങിൽ എറണാകുളം MLA TJ വിനോദ് പങ്കെടുത്ത 32ഓളം വനിതാ ചിത്രകാരികളെ ആദരിച്ചു. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മുണ്ടുമുറുക്കി കൊടുത്തിട്ടാണ് കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത് സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമൂഹത്തിൽ പുരുഷന്മാർക്ക് തുല്യരായി അല്ലെങ്കിൽ പുരുഷന്മാരെക്കാൾ മേൽക്കൈയുള്ളവരായി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വനിതാ ദിനാഘോഷ പരിപാടികൾ നാടും ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ടീച്ച് ആർട്സ് കൊച്ചി നഗരസഭയും ചേർന്ന് ചിത്രരചനയ്ക്ക് താല്പര്യമുള്ള വനിതകളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുന്നതിനുള്ള തീരുമാനമെടുത്തത് നന്നായി. സ്കൂൾ പ്രിൻസിപ്പൽ സുമ പോൾ, ചിത്രകാരന്മാരായ ബേസിൽ ബേബി, രഞ്ജിത് ലാൽ, എഴുത്തുകാരിയും ചിത്രകാരിയുമായ അനിത വർമ്മ, മഞ്ജു സാഗർ, ടീച്ച് ആർട്ട് കൊച്ചി കോർഡിനേറ്റർ RK ചന്ദ്രബാബു, വനിതാ ക്യാമ്പ് കോർഡിനേറ്റർമാരായ രേവതി അലക്സ്, അനുപമ നായർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 30 ചിത്രകാരികളാണ് ഇന്നത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 30 ചിത്രകാരികൾ കേരളത്തിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. കൂടുതലും അധ്യാപകരാണ്. എന്നാൽ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. ഇതിന്റെ നമുക്കറിയാം, കലാധ്യാപകർ എല്ലാവരും തന്നെ അൺഎയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്ന കലാധ്യാപകർ. നമുക്ക് സ്ത്രീകൾക്ക് കൂടുതൽ എമ്പതി ഉണ്ട്, കമ്പാഷൻ ഉണ്ട്. ആ ഒരു എമ്പതി സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയാണ് ഈ മുന്നോട്ട് നിൽക്കുന്ന എല്ലാ വനിതകളിലും കണ്ടൊരു കാര്യം. കാരണം അവരൊക്കെ ഒന്നെങ്കിൽ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ഗേൾസിനെ അവർ മുമ്പോട്ട് കൊണ്ടുവരിക ചെയ്തത്. അതേപോലെ തന്നെ അവർക്ക് എന്താണോ പ്രസന്റ് ചെയ്യുന്നതിനെ കുറിച്ച് അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നല്ല കോൺഫിഡൻ്റ് ആയിട്ടും അവരുടെ വോയിസ് അവർ എവിടെ വേണമെങ്കിലും പറയാനുള്ളൊരു ക്ലാരിറ്റി ആൻഡ് കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഓരോ സ്ത്രീകൾക്കും ആവശ്യമായിട്ടുള്ളത്. ക്യാമ്പിനോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സംസ്ഥാന ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ചിത്ര പ്രദർശനം മാർച്ച് 13 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.